65 വയസ്സ് പ്രായമുള്ള ഒരു മാതാവ്. അവർ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ അവരുടെ അക്കൗണ്ടിൽ 10-30 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസായി സൂക്ഷിച്ചു. ഇനിയുള്ള കാലം മക്കളോടും പേരമക്കളോടുമൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഹ്ലാദത്തോടെ അവർ ആഗ്രഹിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു ക്യാൻസർ രോഗം പിടിപെട്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി. 3-4 വർഷം കഴിഞ്ഞ് വീണ്ടും ആ മാതാവിന് ഒരിക്കൽ കൂടി ക്യാൻസർ പിടിപെടുകയുണ്ടായി. തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടിട്ട് കടബാധിതയായ ആ മാതാവ് അവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ മാതാവ് എന്നോട് പറഞ്ഞു തന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൻ്റെ 46-ാമത്തെ വചനമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളും ഈ ലോകത്തിൻ്റെ അലങ്കാരമാണ്. അതൊരു സീറോ ബാലൻസായി നമ്മൾ മാറും. എന്നാൽ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, എന്നെന്നും നമ്മളോട് അവശേഷിക്കുന്ന സൽക്കർമ്മം, എന്നെന്നും നമ്മുടെ കൂടെയുണ്ടാകുന്ന ഒരു ബാങ്ക് ബാലൻസ്, ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിൻ്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും. അവസാനം പറഞ്ഞ ആ പ്രതീക്ഷ നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രകടനാത്മകതകളില്ലാത്ത ദാനധർമ്മങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകണം. മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ റബ്ബിനോടൊന്നിനെയും പങ്കുചേർത്തില്ലല്ലോ, ഞാൻ എൻ്റെ നമസ്കാരങ്ങളിൽ ഒരു വഖ്ത് നമസ്കാരവും ഞാൻ അറിഞ്ഞുകൊണ്ട് മുടക്കിയില്ലല്ലോ, ഞാൻ എൻ്റെ ദാനധർമ്മങ്ങൾ പ്രകടനാത്മകതകൾക്കും കയ്യടികൾക്കും വേണ്ടിയിട്ടാകാതെ എൻ്റെ റബ്ബിനു വേണ്ടി ഞാൻ ചെയ്തുവല്ലോ എന്ന സന്തോഷവും